ജാസ്മിനും ജിൻഡോയും തമ്മിലുണ്ടായ ആ ഒരു ഫൈറ്റില് ഷൊണ്ണ ഷൊട്ട എന്നൊന്നും വിളിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. പകരം അത്രയും തന്നെ ഡെറോഗേറ്ററി ആയിട്ടുള്ള വൃത്തികെട്ട ഒരു വാക്കും സ്റ്റേറ്റ്മെന്റും ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടോ, തന്നെ കാണാൻ പട്ടിയെ പോലെയാണ് തന്റെ മോന്ത ഇരിക്കുന്നത്, താനിരുന്ന് കൊരയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ഇരുന്ന് കൊരച്ച് കാണിക്കുവാണ്. ജാസ്മിനെ ആക്കി ജിൻഡോയും കുറച്ച് കാണിച്ചു. പറഞ്ഞു നിൽക്കാൻ പോയിന്റുകൾ കിട്ടുന്നില്ലെങ്കിൽ തർക്കത്തിനും വഴക്കിനും ഒന്നും നിൽക്കരുത്, അല്ലെ പിന്നെ നാവ് അടക്കണം. ഇതുപോലുള്ള വൃത്തികെട്ട വർത്താനങ്ങൾ പറയാതിരിക്കാൻ കുറച്ചെങ്കിലും ശ്രമിക്കണം. ജാസ്മിന്റെ ഉള്ളിലെ വർണ്ണ വിവേചനത്തിന്റെ വിഷം ഏത് ലെവലിലാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കരിഞ്ഞ മത്സ്യകന്യകൻ, പിന്നെ കാക്കാന്ന് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വിളി, പിന്നെ ഇപ്പൊ പട്ടിയുടെ ഫേസ് കെട്ട്. അല്ല, ഇവൾ ആരാണ്? ഇവള് സായിപ്പിനോ അറബിക്കോ വല്ലതും ഉണ്ടായതാണോ? പട്ടിയുടെ ഫേസ് കെട്ട് ഉണ്ടായെന്ന് വാദിച്ച് നിൽക്കാൻ പോയിന്റ് ഇല്ലെങ്കിൽ കമാന്നൊരു അക്ഷരം മിണ്ടാതെ വായും പൂട്ടി കണ്ടം വഴി ഓടിക്കണം. അല്ലാതെ ഇമാതിരി തറ വർത്താനം പറഞ്ഞ് നാട്ടുകാരെ വെറുപ്പിക്കരുത്. ഇത് ലാലേട്ടൻ ചോദ്യം ചെയ്യുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. മാമന്റെ മോനാണല്ലോ മറ്റേ ഷോ ഡയറക്ടർ. ജാസ്മോളുടെ വികൃതികൾ എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് വെച്ചിട്ട് ഹേ പോട്ടെ മോനെ, ഇതൊക്കെ ഒരു ഫൺ അല്ലേ എന്ന് പറയും. എന്നിട്ട് വീണ്ടും ഇമാതിരി ഡയലോഗ് അടിക്കാൻ ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കും ഇവൾക്കൊക്കെ. ജാസ്മിനും റസ്മിനും മാത്രം കിട്ടുന്ന ചില ആനുകൂല്യങ്ങളാണ് ഇതൊക്കെ ഈ സീസണില്. ഇമാതിരി 3G ആനുകൂല്യങ്ങളാണ് കൊടുക്കുന്നത്. അവിടെ യെല്ലോ കാർഡും ഇല്ല, ഒരു മാങ്ങാത്തൊലിയും ഇല്ല. അഭിഷേകം വല്ലതും ആയിരിക്കണം ഇത് പറയുന്നത്. യെല്ലോ കാർഡ് അടിച്ച് അണ്ണാക്കി കൊടുക്കും. വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത് പറഞ്ഞാൽ കൂടിപ്പോകും.